ഒരു കൊച്ചുകുട്ടിയെ പോലെ ഭംഗിയായിട്ട് ചിരിക്കാൻ നമ്മളെ ഈ പ്രായത്തിൽ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേഷ്യൽ എക്സസൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഒരു മാസം ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് രാവിലെയും വൈകിട്ടും, രാവിലെ നിങ്ങൾക്ക് ജോലിയുടെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. രാത്രി കിടക്കാൻ നേരത്ത് എന്തായാലും നമ്മൾ ഫോണിൽ നോക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന എക്സസൈസ് ആണ്. ഇത് ചെയ്താൽ ഉറപ്പായിട്ട് ഒരു മാസം കൊണ്ട് നല്ല വ്യത്യാസം വരും. നമ്മുടെ ചുണ്ടൊക്കെ നമ്മുടെ അകത്തേക്ക് ചുരുങ്ങിയിട്ടുണ്ടാവും. ഒരു 35 എബോ ആകുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ പതുക്കെ വീക്ക് ആവാനായിട്ട് തുടങ്ങും. അന്നേരത്തേനും നമ്മുടെ ചുണ്ടിന് ചുറ്റും ചുണ്ട് അകത്തോട്ട് ചുരുങ്ങുക, അല്ലെങ്കിൽ ചുളിവ് വരിക, അവിടുത്തെ മസിൽസ് വീക്ക് ആകുമ്പോൾ നമ്മുടെ ചിരി വിസിബിൾ ആവത്തില്ല. നമ്മൾ ചിരിക്കുന്നുണ്ട്, പക്ഷെ അത് വേറെ ആൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അല്ല, നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ചുണ്ട് ഈ രണ്ട് സൈഡിലേക്ക് താഴേക്ക് വരുന്നുണ്ട്, ചിരിക്കൊരു ഭംഗി വരില്ല. അപ്പം ഞാനത് കുറേ നാൾ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. എനിക്ക് അത്യാവശ്യം നല്ല ചബ്ബി ആയിട്ടുള്ള ഫേസ് ആണ്. പക്ഷേ എന്നിട്ടും എൻ്റെ ഇവിടുത്തെ മസിൽസ് നല്ല വിടർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ എക്സസൈസ് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങളത് കൂടെ തന്നെ ചെയ്യുക. നമ്മുടെ തെറ്റിദ്ധാരണയാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഫേസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നല്ല നിരയൊത്ത പല്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. എല്ലാവരുടെയും മുഖത്തിന് അതിൻ്റെതായ ഭംഗിയുണ്ട്. നമ്മൾ ഈ ചിരിയും കൂടെ ഒന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളിയാവും. അപ്പം നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചുണ്ട് പുറത്തേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഉമ്മ വെക്കുന്ന പോലെ ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ചിരിക്കുക. അപ്പോൾ നമ്മുടെ കവിളൊക്കെ വിടർന്ന് ഇങ്ങനെ നിൽക്കുക, ടൈറ്റായിട്ട് പുറകിലേക്ക് ചിരിക്കുമ്പോൾ പുറകിലേക്ക് ആ മസിൽ വലിയും, മുന്നോട്ട് നമ്മൾ ചുണ്ടിങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുകയും കൂടെ ഹോൾഡ് ചെയ്ത് വെക്കുക. 1 മുതൽ 10 വരെ നമുക്ക് ചൊല്ലാം. അതിനുശേഷം ചുണ്ട് അകത്തേക്ക് ചുരുട്ടി വെക്കുക. ഇത് നമ്മൾ 1 മുതൽ 10 വരെ ചൊല്ലിക്കൊണ്ട് നമുക്കത് ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന നമുക്ക് അറിയാൻ പറ്റും, വിയർക്കുകയും ചെയ്യും. അടുത്തത് നമ്മുടെ നെക്സ്റ്റ് എക്സസൈസ്, നമ്മളിങ്ങനെ നന്നായിട്ട് പുറകിലേക്ക് ചുണ്ടിങ്ങനെ വലിച്ചു പിടിച്ചൊന്ന് ചിരിക്കുക. അതങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുക. 1 മുതൽ 10 വരെ ചൊല്ലിക്കൊണ്ട് ഹോൾഡ് ചെയ്യുക. അങ്ങനെ 3 എക്സസൈസ് നമ്മളിപ്പോൾ ചെയ്തില്ലേ. ഒന്ന് നമ്മളിങ്ങനെ ചുണ്ട് കിസ്സിങ് ആ ഒരു പൊസിഷനിൽ വെക്കുക. രണ്ടാമത്തത് ചുരുട്ടി ഇങ്ങനെ പിടിക്കുക. മൂന്നാമത് നമ്മൾ ഒന്ന് നല്ലതായിട്ടൊന്ന് ചിരിക്കുക. ഓക്കെ, നമ്മുടെ അടുത്ത എക്സസൈസ്, നമ്മൾ കവിള് നല്ല ടൈറ്റായിട്ട് വീർപ്പിച്ച് പിടിക്കുക. നമ്മുടെ ചുണ്ടിൻ്റെ ഈ 2 സൈഡ് ഒരു ബാമോ ക്രീമോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് കയ്യിൽ പുരട്ടിയതിന് ശേഷം നമുക്കിങ്ങനെ ആ 2 സൈഡും ഒന്ന് തടവി കൊടുക്കുക. ആ ഭാഗത്തെ മസിൽസ് ടൈറ്റ് ആവാനും നമ്മുടെ ചിരി നന്നായിട്ട് വരാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഫുൾ നമ്മുടെ ഫേസിനും അത് ഉപകാരപ്പെടും. നമ്മളിങ്ങനെ ടൈറ്റായിട്ട് പിടിച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫേസിലെ ചുളിവും നമുക്ക് പോയി കിട്ടും. ഒന്നാമത്തത് നമ്മളിങ്ങനെ ചുണ്ടിങ്ങനെ പിടിക്കുക. രണ്ടാമത് ചുണ്ട് ചുരുട്ടി പിടിക്കുക. മൂന്നാമത്തത് നമ്മളിങ്ങനെ സ്മൈൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ കാണിച്ച പോലെ നാലാമത്തത് കവിള് വീർപ്പിച്ച് പിടിക്കുക. നമ്മുടെ അഞ്ചാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്, നമ്മൾ ഹനുമാൻ്റെ ഫേസ് പോലെ നമ്മളിങ്ങനെ ചുണ്ടിൻ്റെ മുകൾ ഭാഗം ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് 10 വരെ നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്യുക. ഇതാണ് അഞ്ചാമത്തെ എക്സസൈസ്. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നും, പക്ഷെ നമുക്കിത് വീട്ടിൽ തനിച്ചുള്ളപ്പം നമ്മൾ ജോലിയുടെ ഇടയ്ക്ക് ചെയ്യാനേ ഉള്ളൂ. അന്നേരം നമ്മളെ ഇങ്ങനെ ആൾക്കാർ നമ്മുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കില്ല, ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പിള്ളേരും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഇതിങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓയിലോ ഒരു എന്തെങ്കിലും ഒരു ക്രീമോ ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ചുണ്ടിന് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുന്നത് നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള മസിൽസിന് നല്ല ബലം കൊടുക്കും. നല്ല ചുണ്ടൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മുടെ ചുണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ പ്രധാനമായിട്ടുള്ള ഇതാണ്, ചിരിയും കണ്ണും ചുണ്ടും ഒക്കെ അല്ലേ. അപ്പോൾ നമ്മളത് ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കുക. കണ്ണൊക്കെ നന്നായിട്ട് എഴുതി ഭംഗിയായിട്ട് വെക്കുക. എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് ഇതാണ് അറിയാവുന്നത്. ഞാനിത് ചെയ്ത് ഫലിച്ച ഒരു കാര്യമായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ഒരു മാസം കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് കമൻറ്റ് ഇടുമല്ലോ അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ട്, കമൻറ്റ് ഇട്ടോ. ഒരു മാസം കഴിഞ്ഞ് എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ തോന്നും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇത് ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല സ്മൈല് കിട്ടും, നല്ല സുന്ദരികളായിട്ടിരിക്കും കേട്ടോ. സുന്ദരികളും സുന്ദരന്മാരായിട്ടും ഇരിക്കും കേട്ടോ. അപ്പം ഇനി മറ്റുള്ളവരുടെ ചിരി കണ്ടിട്ട് അവരുടെ ചിരിയാ ഭംഗി, എൻ്റെ ചിരി മോശം അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്താൽ ഇതൊക്കെ പറ്റും. നമ്മളിങ്ങനെ ഇഞ്ചക്ഷൻ ഒന്നും എടുത്ത് അടിപൊളിയാക്കണമെന്നൊന്നുമില്ല. ഇഞ്ചക്ഷൻ ഒന്നും എടുക്കാതെ തന്നെ നമ്മൾ ബ്യൂട്ടിഫുൾ ആകാനായിട്ട് കുഞ്ഞു കുഞ്ഞു എക്സസൈസ് ഒക്കെ പറ്റും. അപ്പം നിങ്ങൾ ഇനി എനിക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. എൻ്റെ കുറേ മോട്ടിവേഷൻ വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. മോട്ടിവേഷൻ ഇഷ്ടമുള്ളവർക്ക് അതും കാണാം കേട്ടോ.
അപ്പം ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിൽ ഇടാം. മറ്റേ മോട്ടിവേഷൻ കാണേണ്ടവർക്ക് അതിൽ കയറി കാണാമല്ലോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുത്തേക്കണം. ഇനി വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.